Welcome to a quick preview. Qualifier 1 GT vs RCB. Point number 1. ഈ മത്സരം നടക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ്. റെഡ് സോയിൽ പിച്ച് ആയിരിക്കും. കുറച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടൊരു പിച്ച്. ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച് എന്ന് പറയുമ്പോൾ ഒരു 200-220 സ്കോർ വരെയൊക്കെ നേടാൻ പറ്റുന്ന ഒരു ടൈപ്പ് പിച്ച് ആയിരിക്കും. ബൗളേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഈ IPL ഇതുവരെയുള്ള മത്സരങ്ങൾ എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ പേസ് ബൗളേഴ്സ് ആണ് സ്പിന്നേഴ്സിനെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. പോയിന്റ് നമ്പർ 2. രണ്ട് ടീമിന്റെയും ബാറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ബാറ്റിംഗ് കുറച്ച് ഡെപ്ത് ഉള്ളത് RCBക്ക് തന്നെയാണ്. വിരാട് കോഹ്ലി മുതൽ കൃണാൽ പാണ്ഡ്യ വരെയുള്ള ബാറ്റേഴ്സ് അവർക്കുണ്ട്. GTയുടെ കാര്യം നോക്കുമ്പോൾ അവരുടെ ടോപ്പ് 3 അവർ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. ടോപ്പ് 3 എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ ബാറ്റിംഗ് വളരെ പരിതാപകരമായിരിക്കും. പോയിന്റ് നമ്പർ 3. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുവാണെങ്കിൽ RCBക്ക് അവിടെ മുമ്പിലുള്ളത് ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും ആയിരിക്കും. ഗുജറാത്തിന് അത് മുഹമ്മദ് സിറാജും റബാഡയും ആയിരിക്കും. അപ്പം എവരുടെ ബൗളിംഗ് കോമ്പിനേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് സിങ്സ് കിട്ടുന്ന ഒരു പിച്ചാണ്. അവിടെ ഭുവനേശ്വർ കുമാർ ആയിരിക്കും കുറച്ച് തിളങ്ങാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പിന്നേഴ്സിന്റെ കാര്യത്തിൽ റിസ്റ്റ് സ്പിന്നേഴ്സിനെക്കാളും ഫിംഗർ സ്പിന്നേഴ്സിന് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു പിച്ചാണ്. എന്നിരുന്നാലും റാഷിദ് ഖാൻ തന്നെയായിരിക്കും ഗുജറാത്തിന്റെ സ്പിൻ ബൗളർ. പിന്നെ അവർക്ക് സുന്ദറും ഉണ്ടാവും. RCBയുടെ കാര്യത്തിൽ കൃണാൽ പാണ്ഡ്യ ആയിരിക്കും അവരുടെ മെയിൻ സ്പിൻ ബൗളർ. പോയിന്റ് നമ്പർ 4. ടോസ് കിട്ടുന്ന ടീം ചേസ് ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത്. സെക്കൻഡ് ഹാഫിലെ മഞ്ഞ് വിഷയം കൂടെ കണക്കെടുത്ത് ചേസിങ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഒരു 200 റണ്ണോ 220 റൺസ് വരെ സ്കോർ ചെയ്താൽ പോലും അത് ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കണ്ടീഷനായിരിക്കും ധർമ്മശാലയിൽ ഉണ്ടാവുക. പരിക്കുകളെ പറ്റി പറയുവാണെങ്കിൽ ജേക്കബ് ബദലും ഫിൽ സോട്ടും കളിക്കാനുള്ള സാധ്യത ഇല്ല. പകരം വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും ആയിരിക്കും RCBക്ക് വേണ്ടി ഓപ്പണിംഗ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് RCBക്ക് കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. RCB GTക്കെതിരെ ഈ മത്സരം ജയിക്കും, നേരെ ഫൈനലിലേക്ക് കയറുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.